അടിപൊളി അഭ്യാസം. ഇത്ര നല്ല അഭ്യാസം ഒരു ഊഞ്ഞാലാട്ടക്കാരനും ചെയ്യുന്നത് ഞാൻ അഞ്ചാം കുരി കിടന്നപ്പോ അടിപൊളി അഴിച്ചു വിടുക. അല്ല നീ ആരാ ഇവിടെ ആദ്യം സർക്കസ് കൂടാരത്തിൽ ആദ്യമായിട്ട് കാണുവന്നല്ലോ? അയ്യോ, എന്നെ ഇവിടെ പുതിയതായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തതാ. എന്തിന്? മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ. 8 കടുവ 3 സിംഹം 28 മരപ്പട്ടിക്ക് നിന്നെ തികയമോ? എന്നെ തീറ്റയായിട്ട് കൊടുക്കാനല്ലെന്ന്. ഇന്ന് മുതൽ ഞാനാണ് ഇവിടുത്തെ മൃഗങ്ങൾക്ക് തീറ്റയൊക്കെ കൊടുത്ത് അവയെ പരിപാലിക്കുന്നത്. അല്ല നീ നേരത്തെ എവിടെ ആയിരുന്നു? തൃശ്ശൂർ സൂവിലായിരുന്നു. ഷൂ? അതെന്താ? മറ്റേ മൃഗശാല. എടാ അത് സൂ അവിടെ ആയിരുന്നു. ഇപ്പൊ അവിടുത്തെ ജോലിയോ? അത് ഷൂ. അതെന്ത് പറ്റി? കാശ്മീരിൽ നിന്ന് 2 അപൂർവ ഇനം കലമാൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. ഇവരെ എന്റെ അടുത്ത് തന്ന് പരിപാലിക്കാൻ. ഞാൻ എന്തോ ചെയ്തു, ഇവറ്റകളെ ഇടാൻ കൂടില്ല. ഞാൻ തൽക്കാലം സിംഹത്തിന്റെ കൂട്ടിലോട്ട് കയറ്റിയിട്ടു. രാവിലെ ഇനി തിരിച്ചെടുക്കാമല്ലോ. രാവിലെ ചെന്ന് നോക്കിയപ്പോഴെന്തുവാ, കലമാനെ തിന്നിട്ട് സിംഹം കലമാന്റെ കാലും കടിച്ച് പിടിച്ച് നിൽക്കുക. ജോസ് പ്രകാശ് പൈപ്പും പിടിച്ച് നിൽക്കുന്നു. എന്നിട്ട് സിംഹം നിന്നോട് പറഞ്ഞു കാണും. എന്താ പറഞ്ഞു? വെള്ളമായി പോയി, കലമാൻ ഇറച്ചി സൂപ്പർ ആയിരുന്നു പറഞ്ഞു. എടാ അതിലൊരു കലമാനെ എടുത്തിട്ട് കടുവയുടെ കൂട്ടിലിട്ടായിരുന്നു, അത് ജീവിച്ചിരിക്കത്തില്ലായിരുന്നോ? കടുവ പിന്നെ സാമ്പാറും ചോറും വന്നല്ലോ തിന്നുന്നത്. ഞാനേ ചെറുപ്പം മുതലേ മൃഗങ്ങളുടെ കൂടെ വളർന്നു വന്നവനാ. അയ്യോടാ, നീ അങ്ങ് വളർന്നത് കാരണം നിന്നെ കണ്ടിട്ട് എനിക്ക് പിടികിട്ടിയില്ല. എന്നെ മനസ്സിലായോ? നീ ഞങ്ങളുടെ മൗഗ്ലി ഇല്ലയോ? അയ്യോ, അത് മൃഗങ്ങൾ നോക്കിയ മൗഗ്ലി. ഇത് മൃഗങ്ങളെ നോക്കാൻ വന്ന ചാർലി. ചാർലി ആണെങ്കിലും ബാർലി ആണെങ്കിലും ഇവിടെ പ്രായമായി ചാവാൻ കിടക്കുന്ന ഒരു കടുവയുണ്ട്, അതിനെ പരിപാലിക്കണം. എന്റെ അച്ഛനെ പോലെ ഞാൻ നോക്കും. എന്തേ അത്? ദോളാ തെങ്ങുമുട്ടി കിടക്കുന്ന ആ കടുവ. അയ്യോ, അത് കടുവയായിരുന്നു. ഞാൻ അപ്പുറത്തെ പൈപ്പിൽ നിന്ന് കയ്യും കാലും കഴുകിട്ട് അതിന്റെ പുറത്താ കാലും ചവിട്ടി അതെന്തിനു? ഞാൻ ഓർത്ത് കടുവയുടെ ഡിസൈനുള്ള കാർപ്പറ്റ് ആയിരിക്കും. അയ്യോ, അതിന് തലപൊക്കാൻ പറ്റിയായിരുന്നു, നിന്റെ കാർപ്പറ്റ് ഒന്ന് കടിച്ചു പറിച്ചേനായിരുന്നു. മാസ്റ്റർ സർക്കസിൽ എന്ത് ചെയ്യുന്നു? മാസ്റ്റർ സർക്കസിൽ കപ്പലിൽ കച്ചവടം നടത്തുന്നു. ഒരു പൊതിക്ക് എത്ര രൂപയാ? ഒരു പൊതിക്കാൻ തരും. ഈ സർക്കസിൽ കാണുന്ന എല്ലാ ഐറ്റങ്ങളും ഞാനാ ചെയ്യുന്നത്. സർക്കസിലെ ക്രൂരനായ ക്രിമിനലായ സർക്കസുകാരനാണ് ഞാൻ. മാസ്റ്റർ എന്തൊക്കെ ചെയ്യും? ഞാൻ ബൈക്ക് ഓടിക്കും, കുതിര ഓടിക്കും, കത്തി വെക്കും. അത് കേട്ടപ്പോ മനസ്സിലായി. അതല്ല, കത്തി എറിഞ്ഞ് പിടിപ്പിക്കൂ, ഊഞ്ഞാലാടും. മറ്റേ മണലക്കിണറ്റ് ബൈക്ക് ഓടിക്കൂ. മണ്ണെണ്ണക്കള്ളതല്ല, മണ്ണെണ്ണ വിളക്ക്. എടാ മണ്ണെണ്ണക്കള്ളത് അതിനോടിക്കൂ. അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുന്നോ? അതിലല്ലേ ഞാൻ PhD എടുത്തിരിക്കുന്നത്. ഇതിന്റെ 96 98 എറണാകുളം നെഹ്റു സ്റ്റേഡിയത്തിൽ ഞങ്ങൾ സർക്കസ് നടത്തിയിരിക്കുകയാണ്. ജംബോ സർക്കസ്. സംഭവം എന്തോ സർക്കസാ, ജംബോ സർക്കസ്. അത് കാണണം. ഞാനും ഭോപ്പാൽ സിംഗും മഹേന്ദ്ര ഗുപ്തയും കൂടെ മരണക്കിണറിനകത്ത് ബൈക്ക് ഓടിക്കാൻ കയറി. മറ്റേ ഗ്ലോവ് പോലിരിക്കുന്ന സ്ഥാനത്തിനകത്ത് ഞങ്ങളങ്ങോട്ട് കയറി ബൈക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് മീൻ മാർക്കറ്റിൽ ഈച്ച വറക്കുന്ന ആദ്യം കിടന്നെന്ന് പറഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോ നാരങ്ങാളം കുടിച്ചിട്ട് കുരു തുപ്പുന്ന പോലെ ഞാൻ ചെന്ന് വീണത് തോപ്പമ്പള്ളി പാടത്തിന് കീഴി. അയ്യോ, അവിടെ ആകുമ്പോ ചീന പോലെ ഉണ്ടായിരുന്നു, അതേ പിടിച്ച് കയറി. അല്ലെ അവിടെ കിടന്ന് ചീഞ്ഞായിരുന്നു. അവസാനം ബൈക്കും കൊണ്ട് കയറി ഗുപ്ത ഇതിന്റെ ഡോർ അടച്ചില്ല. അയ്യോ, ഗുപ്ത അടുത്ത കുപ്പയിൽ നിന്നും കിട്ടി, സിംഗിനെ അടുത്ത തെങ്ങയിൽ നിന്നും കിട്ടി. ഈ സർക്കസിലാണ് ആദ്യമായിട്ട്. നേരത്തെ എവിടെയായിരുന്നു? ഞാൻ നേരത്തെ രമണി സർക്കസിലായിരുന്നു. രമണി സർക്കസ് അല്ല, ജെമിനി സർക്കസ്. ആ സർക്കസിന്റെ പേര്. അതിനകത്ത് റിങ്ങാട്ടക്കാരി രമണിയുടെ മുന്നിലായിരുന്നു എന്റെ സർക്കസ്. അവിടെ റിങ്ങാട്ടം ഒന്ന് കാണുന്നവർ സൂപ്പർ റിങ്ങാട്ടോ. ഒടുവിൽ ഞാൻ റിങ് ഇട്ടപ്പോ അവിടെ ആട്ടം അങ്ങ് നിർത്തി. അതേത് റിങ്? വെഡിങ് റിങ്. പുള്ളിക്കാരി എവിടെ? വീട്ടിലിരുന്ന് കൊച്ചിലെ ആട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ സെലിബ്രിറ്റീസിന്റെ മുമ്പിലൊക്കെ ഈ സർക്കസ് നടത്തിയിട്ടുണ്ടോ? പിന്നെ ബോംബെ ഞാൻ ഊഞ്ഞാലാട്ടം കഴിഞ്ഞിട്ട് ഫ്ലോറിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴല്ലോ കയറി വന്നൊരാൾ എനിക്ക് കൈ തന്നു. ആര്? ഹിന്ദി സിനിമ നടി ശില്പാ ഷെട്ടി. നമ്മുടെ ശില്പാ ഷെട്ടി? നമ്മുടെ എന്ന് പറഞ്ഞ കുഞ്ഞുമ്മയുടെ മോളില്ലേ, നമ്മുടെ ശില്പാ ഷെട്ടി. എടാ കൈ തന്നിട്ട് സംസാരിച്ചിട്ട് എന്നോട് പറയാ, മാസ്റ്റർ വെരി ഗുഡ് യുവർ ഊഞ്ഞാലാട്ടം. ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഞാൻ ശില്പാ ഷെട്ടിയോട് കയറി അങ്ങ് അടുത്തൊരു ഷട്ടിയോട് പറഞ്ഞു, ശില്പാ ഷെട്ടിയോട് പറഞ്ഞു, മാഡം എന്റെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അവസാനം ഒരുപാട് തവണ നിർബന്ധിച്ചു. എന്നിട്ട് ചട്ടിയില്ലാതെ ഞാൻ വീട്ടിൽ പോയി. അല്ല, ശില്പാ ചട്ടിയില്ലാതെ ഞാൻ വീട്ടിൽ പോയെന്ന്. അപ്പൊ മാസ്റ്റർ ഈ ഊഞ്ഞാലാട്ടത്തിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഊഞ്ഞാലാട്ടത്തിലാണ് ഞാൻ ITC ഊഞ്ഞാലാട്ടമാണ് ITC പഠിച്ചത്. ഊഞ്ഞാലാട്ടത്തിലാണ്. റഷ്യൻ സർക്കസിൽ പ്രശസ്ത ഊഞ്ഞാലാട്ട വിദഗ്ധൻ സെന്തിൽ മണി ഞാനും കൂടെ ഊഞ്ഞാലാടുമായിരുന്നു. 50 അടി ഉയരത്തില്. കള്ളം പറയരുത്, 50 അടി ഒന്നും കാണത്തില്ല. 80 ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചല്ലേ, നിനക്ക് തല കറങ്ങും. എന്നിട്ട് ഞങ്ങൾ മേളിൽ ഇരിക്കുക, കാണികൾ ഇങ്ങനെ ശ്വാസം വിടാതിരിക്കുക, ചത്തിരിക്കുവായിരുന്നു. അല്ല, വീർപ്പ് മുട്ടിയിരിക്കുക. സർക്കസ് കൂടാരം വലിച്ചു പറ്റിയ കയറ വരെ ആൾക്കാർ നിരന്നിരിക്കുക, ലൈൻ ജമ്പി കാക്ക ഇരിക്കുന്ന പോലെ. ഞങ്ങളിങ്ങനെ ആട്ടം തുടങ്ങി. ചെന്തിൽമണി അവിടെ നാടി വന്നിട്ട് എന്റെ ഊഞ്ഞാലും കൊണ്ട് പോയി. ഞാൻ ആടിപ്പോയി സെന്തിൽമണിയുടെ ഊഞ്ഞാലും കൊണ്ട് വന്നു. സെന്തിൽമണി ഇങ്ങോട്ട് വന്നിട്ട് ടൈം തെറ്റി എന്റെ പാൻറ്റും പഠിച്ചു കൊടുത്തോണ്ട് ആരായിരുന്നു കാണികൾ മേലോട്ട് വയ്ക്കും, മുടിയ കയ്യടിയും തിരി. കണ്ടിട്ട് മണി കിടന്ന ആളുതല്ലയോ? അല്ല, സെന്തിൽമണി 100 കിടന്ന ആളുതല്ലയോ? എന്നിട്ട് ഞാൻ മാമാട്ടിക്കുട്ടിയമ്മയുടെ ഫിഗറും പിടിച്ചു താഴോട്ട് ഒറ്റ ചാട്ടം. എന്റെ അടിച്ചൊരു ഒറ്റ വീഴ്ച. എന്തായാലും പറ്റിയോ? ഈ വീഴ്ച എനിക്ക് എപ്പോഴും ഉള്ളതല്ലയോ? തൊട്ട് നോക്കി. ചില്ലറ പൈസ അല്ല, എന്റെ വാരിയല് കിടന്ന് കിടക്കുന്ന. എക്സ്റേ എടുത്ത് നോക്കിയപ്പോ എന്റെ വാരിയല് നീന്ന് കാണുമായിരുന്നു.
മുറുക്ക് പാക്കറ്റ് ഇങ്ങനെ അടിച്ചു പൊട്ടിച്ച പോലെ ഇരിക്കുവാ. വീട്ടിൽ ചെന്ന് ഞാൻ ചുമച്ചപ്പോ ഒരു വാരിയെല്ലാം കഷ്ണം എന്റെ വായി വന്ന് കിടന്നപ്പോ എന്റെ പെണ്ണുമ്പിള്ള പറയുവാ കാലമാളം തന്നിരുന്ന് എല്ലുകറി കയറ്റി തന്നു. മാസ്റ്ററെ എനിക്ക് എന്തുവന്ന് അറിയത്തില്ല, എനിക്ക് മാസ്റ്ററോടങ്ങ് ആരാധനയാണോ മാത്രമല്ലേ വികാരമാണോ? എനിക്ക് എല്ലാരും അങ്ങനെ പറയും, എല്ലാരും പറയും. എനിക്ക് മാസ്റ്ററുടെ ആട്ടം അടുത്ത് നിന്ന് കാണണം, ഊഞ്ഞാലാട്ടം. ആ ഷോ തുടങ്ങും കണ്ടാ പോരെ. ഷോ തുടങ്ങുമ്പോൾ കാണാൻ ടിക്കറ്റ് ഒക്കെ എന്റെ പൈസ ഇല്ലല്ലോ. നീ പാത്തിരി തന്നാ മതി, ഞാൻ കാണത്തില്ല. മാസ്റ്റർ പ്ലീസ് പ്ലീസ് ഒന്ന് ഊഞ്ഞാലാട്ടി കാണിക്കും പ്ലീസ്. ഷോ തുടങ്ങുമ്പോ മതിയല്ലോ. വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് അടുത്ത് നിന്ന്. ചെറുങ്ങനെ ആട്ടിയാ മതി. അമ്മ കള്ളം, അമ്മ കള്ളം, അമ്മച്ചിയെ കള്ളണം, അമ്മച്ചിയെ കള്ളണം. ആരോട് ഊഞ്ഞാലാടിയിട്ടുണ്ടെന്നാ പറഞ്ഞേ? തെക്കിലത്തെ സുമയുടെ കൂടെ ഓണത്തിന് പെട്ട ആടിയിട്ടേ ഉള്ളൂ. അടിക്കുമ്പോഴേ കൂട്ടിട്ടടിക്കണം കേട്ടോ കൂഞ്ഞാലാട്ടം. മാസ്റ്ററെ എന്തോ എവിടാ മാസ്റ്റർ ഒരു അബദ്ധം പറ്റി. എന്തുവാ? സിംഹത്തിന് തീറ്റ കൊടുക്കാനായിട്ട് കൂട് തുറന്ന് ഞാൻ അടയ്ക്കാൻ മറന്നു. അയ്യോ അങ്ങോട്ട് കൊണ്ട് കൊടുക്കണ്ട തീറ്റ, പിന്നെ അവൻ വന്ന് ഞാൻ എടുത്തോളും. എവിടുന്ന്? വേണ്ട എനിക്ക്. അയ്യോ അപ്പൊ എന്റെ കാര്യം. അയ്യോ